ഹായ്, നമസ്കാരം. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണോ എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാരണം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം കൃത്യമായിട്ട് അതിൽ എന്തെല്ലാം ഉണ്ടെന്ന് സ്കെച്ചും പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതിനു ശേഷം മാത്രമാണ് അതിലേക്ക് വേണ്ടി പ്രവർത്തനം തുടങ്ങുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റിങ് എന്താണെന്നോ അതിന് ഏകദേശം എന്ത് ചെലവ് വരുന്നോ അതിന് എന്തെല്ലാം സാമഗ്രികൾ വേണമെന്നോ ഒന്നും തന്നെ നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മളെ മനസ്സിൽ വീട് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഏതെങ്കിലും നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് മനോഹരമായിട്ട് കാണുന്ന ഒരു വീടിന്റെ പിക്ചർ ആയിരിക്കും നമ്മളെ മനസ്സിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കുക. പക്ഷെ ആ വീട് അങ്ങനെ കാണുന്ന സമയത്ത് അതിന് നമ്മൾ കണക്കാക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അതും യഥാർത്ഥ കണക്കും തമ്മിൽ ഒരുപാട് ഡിഫറൻറ്റുകൾ വരും. മാത്രമല്ല കാണാ ചെലവുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിൽ ഓരോ സാധനങ്ങളും 1 by 1 ആയിട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് അതിന് ഇന്ന കാര്യങ്ങളെ നമുക്ക് ആവശ്യമാണെന്നും അതിന് ഇത്ര ചെലവ് വരും എന്നുള്ള ഒരു ധാരണ കിട്ടുക. അതിനാണ് നമ്മൾ സ്കെച്ചും പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മക്കളുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ഒരു പ്ലാനിങ് നമ്മൾ തുടങ്ങി വെക്കണം. അപ്പോഴാണ് അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഒരു LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ തുടങ്ങി LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും BTech അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഒട്ടേറെ പദ്ധതികൾ നമുക്കുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ മേഖലകളിലാണെങ്കിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതിന്റെ പ്ലാനിങ് ആദ്യം രക്ഷിതാക്കളുടെ ഭാവനയിൽ വരണം. അപ്പൊ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിലാണ് അതിന് ഏകദേശം എന്ത് എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ 1 വർഷത്തെയോ 2 വർഷത്തെയോ മാത്രം പോരാ. നമുക്ക് പഠനം തുടങ്ങുന്ന സമയം മുതൽക്ക് തന്നെ അതിന് വരാവുന്ന ഓരോ വർഷത്തെ എക്സ്പെൻസുകളെ കുറിച്ച് ഇന്നറിയാൻ നമുക്ക് ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട്. നെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ സ്കൂളുകളിലും ഓരോ വർഷവും വരാവുന്ന എക്സ്പെൻസുകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ കിട്ടാൻ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഏകദേശം അന്ന് വരാവുന്നതും ഇല്ലെങ്കിലും ഇന്ന് ഓരോ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് വരാവുന്ന ഒരു ബഡ്ജറ്റ് എങ്കിലും നമ്മൾ മിനിമം കാണുക. പിന്നെ അതിന് ഓരോ വർഷം വരാവുന്ന ആ വർധനവ് നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം നൽകാനും അതിലൂടെ അവരെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓരോ രക്ഷിതാവും സ്വപ്നം കാണുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ജോലിയിലേക്ക് നമ്മളുടെ മക്കളെ എത്തിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ന് ഒരു MBBS എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം നമ്മൾ മിക്കവാറും ഏതെങ്കിലും നല്ല ഒരു കോഴ്സ് എടുത്തുകൊണ്ട് അവർക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വിടുന്നുണ്ട്. അത് പാലായിലാവാം, കോഴിക്കോടാവാം, പല കാര്യങ്ങളിലാവാം, പല സ്ഥാപനങ്ങളിലാവാം. അത് നമുക്ക് ഇഷ്ടം തൃശ്ശൂരാവാം. ഏത് സ്ഥാപനത്തിലാണോ വിടുന്നത് അവിടെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ആ കുട്ടി നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 തന്നെ അവിടെ കൊണ്ട് ചേർക്കുന്ന രീതികൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ 1 വർഷത്തെ ഫീസ് എന്താണെന്ന് നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കുക. 1 വർഷമോ 2 വർഷമോ എടുത്ത് ആ ഫീസ് കണക്കാക്കി അതിൽ നിന്ന് അവര് എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞ് അടുത്തൊരു കോഴ്സ് വരുന്ന സമയത്ത് MBBS-നെ കിട്ടണമെങ്കിൽ അത് ഇനി അതുപോലെ തന്നെ നമുക്ക് BTech അതുപോലെ തന്നെ IT മേഖലകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമ്മൾ പോകുന്ന സമയത്ത് വരാവുന്ന ഒരു എക്സ്പെൻസുകൾ ഇപ്പൊ 1 വർഷം നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് ഒരു 5 ലക്ഷം രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വരണമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു 4 വർഷത്തെ കോഴ്സിന് വരുമ്പോൾ 20 ലക്ഷം രൂപ അതിന് വരും. ഒരു അഡീഷണൽ ആയിട്ട് ഒരു 10 ലക്ഷം കൂടി ഇന്നത്തെ നിരക്കിൽ നമ്മൾ കുട്ടിയുടെ താമസം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണക്കാക്കിയിട്ട് നമുക്ക് വേണം. അപ്പൊ ഒരു 30 ലക്ഷം 40 ലക്ഷം രൂപയുടെ ഉള്ളിൽ ആവറേജ്
നമ്മൾ അതിനു വേണ്ടിയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇത് 18-20 വർഷം കഴിയുന്ന സമയത്തേക്ക് ഇതിന്റെ 10-15 മടങ്ങായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ മുൻകൂട്ടി കാണാൻ നമുക്ക് സാധിക്കണം. അത് ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടുന്ന ഒരു കാര്യത്തിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് അതിന്റെ കണക്ക് പ്രകാരമുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഈ ഒരു കാര്യം ഇന്ന് അതിനെന്ത് ചെലവ് വരുമോ അതിലേക്ക് നമ്മളെ കൊണ്ട് ഇന്ന് എത്ര രൂപ മാറ്റി വെക്കാൻ കഴിയുമോ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ വെക്കാൻ നമ്മൾ തയ്യാറാവും. കാരണം നമ്മളൊരു 50 ലക്ഷം രൂപയാണ് നമ്മൾ ഒരു കുട്ടിക്ക് ഒരു 20 വയസ്സാവുന്ന സമയത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിവിധ തരം പദ്ധതികൾ പ്ലാനുകളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ 50 ലക്ഷം രൂപ അന്ന് വേണമെന്നുണ്ടെങ്കിൽ 20 വർഷം കൊണ്ട് 50 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് എത്ര വേണം? അതാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു 2.5 ലക്ഷം രൂപയെങ്കിലും നമ്മൾ ഒരു വർഷം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാലാണ് 10 വർഷം കൊണ്ട് 25 ലക്ഷം രൂപയാവാനും 20 വർഷം കൊണ്ട് 50 ലക്ഷം രൂപയാവാനും നമുക്ക് പറ്റുള്ളൂ. അപ്പൊ 2.5 ലക്ഷം രൂപ ഒരു വർഷം നമ്മൾ മാറ്റി വെക്കണമെങ്കിൽ ഒരു മാസം നമ്മൾ എത്ര മാറ്റി വെക്കണം? ഒരു 20,000 to 25,000 രൂപയുടെ ഉള്ളിൽ നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ 25,000 രൂപ നമ്മൾ ഇന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടിക്ക് ആ ഒരു ആവശ്യം വരുന്ന സമയത്തേക്കുള്ള ബഡ്ജറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നടന്നു. അപ്പൊ ഇത് എല്ലാവർക്കും 25,000 മാറ്റി വെക്കാൻ സാധിച്ചോളന്നില്ല. 25,000 മാറ്റി വെക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം. ഇനി 20,000 മാറ്റി വെക്കാൻ കഴിയുള്ളൂ നമുക്കത് ചെയ്യാം. 15,000 മാറ്റി വെക്കാൻ കഴിഞ്ഞുള്ളൂ അത് ചെയ്യാം. 10,000 മാറ്റി വെക്കാൻ കഴിയുള്ളൂ ചെയ്യാം. 5,000 മാറ്റി വെക്കാൻ കഴിഞ്ഞില്ല. ഇനി 1,000 രൂപ മാറ്റി വെക്കാൻ കഴിഞ്ഞാലും നമുക്ക് അതിന്റെ തുടക്കം വരാം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഇപ്പൊ ഇന്ന് 1,000 രൂപ മാറ്റി വെക്കുന്ന വ്യക്തിക്ക് അവന്റെ കുട്ടിയെ MBBS വിടാൻ സാധിക്കില്ല എന്നുള്ളതല്ല, സാധിക്കും. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതിനു വേണ്ടിയുള്ള നിരന്തര പരിശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ 1,000 രൂപ വെച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോവാം. നാളെ നമ്മളുടെ ഇൻകം കൂടുന്ന സമയത്ത് ഒരുപക്ഷെ ഇന്ന് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും നാളെ അവൻ ഒരു ഡിഗ്രി PGO കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. സാധാരണ എന്തെങ്കിലും സെൽഫ് എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലോ ഒക്കെ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. നാളെ അവന് നല്ലൊരു തൊഴിലിലേക്ക് മാറി, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ നല്ലൊരു സർക്കാർ ജോലി കിട്ടി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവൻ വന്നു. അവന്റെ ലൈഫിൽ തന്നെ ചേഞ്ച് വന്നു. അപ്പൊ ഇന്ന് ചെയ്തിട്ടുള്ള ചെറിയ എമൗണ്ട് നാളെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങോട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് ഒരു ലക്ഷ്യം ഉണ്ടാവും. അതിനു വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഫണ്ടിലേക്ക് എത്താൻ കഴിയും. ഇനി നമ്മൾ അങ്ങനെ ആ ഒരു ബഡ്ജറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ കുട്ടിയെ അറിയിക്കുക കൂടെ നമ്മൾ ഒപ്പം തന്നെ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഇന്ന കാര്യം ചെയ്തു വെക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അവിടെ എത്തിച്ചേർന്നേ പറ്റൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം കുട്ടിയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ഘട്ടഘട്ടമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ട് തന്നെ വേണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഒന്ന് റെഡി ആക്കിയാലും കുഴപ്പമില്ല. കാരണം അതിലേക്ക് സ്ഥിരമായിട്ട് ഒരു നിക്ഷേപം നടത്തുക, അല്ലെങ്കിൽ ഇനി അതിന്ന് റിട്ടേണും കൂടെ കിട്ടാൻ പറ്റുന്ന വിവിധതരം പദ്ധതികളുണ്ട്. ഇൻഷുറൻസ് മേഖലയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പദ്ധതികളുണ്ട്. അപ്പൊ അത്തരം പദ്ധതികൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷെ ഏത് പ്ലാനാണോ തയ്യാറാക്കുന്നത് അതിൽ നമ്മൾ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ പറ്റുന്ന രീതിയിലും നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ തിരഞ്ഞെടുക്കാം. അപ്പൊ അത്തരം പ്ലാനുകളിലേക്ക് നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ എത്തുന്ന സമയത്ത് നമുക്ക് ആ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ എൻട്രൻസ് കഴിഞ്ഞ് കുട്ടി ഏത് മേഖലയിലേക്കാണ് പോകുന്നത് ആ മേഖലയിലേക്ക് നമുക്ക് മാക്സിമം കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയും. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പൊ ആ സ്കോളർഷിപ്പുകളൊക്കെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതാത് സമയങ്ങളിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി അങ്ങനെ ഒരു സേവിങ്സിന്റെ പദ്ധതി നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങലൊക്കെ ഗംഭീരമായിട്ട് തുടങ്ങും. 1, 2, 4 വർഷം കഴിയുന്ന സമയത്തേക്ക് അത് വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുന്ന സമയത്ത് ആ ഫണ്ട് എടുക്കും, അത് ഉപയോഗിക്കും. കാരണം അത് പ്ലാനിങ് ഇല്ലാത്തതിൽ വരുന്നൊരു കുറവാണത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഈ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഫണ്ട് ഒരു കാരണവശാലും നമ്മൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാലും എടുക്കേണ്ടി വന്നാലും അത് തിരിച്ച് അതിലേക്ക് തന്നെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഘട്ടഘട്ടമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കുട്ടിയുടെ ഓരോ സമയത്തും
ഇപ്പൊ നമ്മളൊന്നും പഠിച്ച കാലഘട്ടങ്ങളല്ല ഇന്ന്. അന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് കാലഘട്ടങ്ങൾ മാറി ഒരുപാട് ഓപ്ഷൻസ് ആയി. അടുത്ത 10-20 വർഷം കഴിയുമ്പോഴേക്കും ഇതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കുട്ടി അന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഏറ്റവും ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് നിരീക്ഷിക്കാനും കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അത് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ എടുത്തുകൊണ്ട് കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മളുടെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അന്ന് ഇതിനേക്കാൾ വലിയ എമൗണ്ടുകളാണെങ്കിൽ ഇതിലേക്ക് തികയാത്ത എമൗണ്ട് മാത്രം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ നിക്ഷേപം അത് എത്ര തന്നെ ആയി കഴിഞ്ഞാലും ആദ്യത്തെ സ്റ്റെപ്പ് ഉടനെ തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ ഈ മേഖലയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് നടത്തണം. കാരണം ഒരു ഹയർ സെക്കൻഡറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമ്മളെ മുന്നിലുണ്ട്. ഇനി അത് അടുത്ത 10-15 കൊല്ലം കഴിയുമ്പോഴേക്കും ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലാണ്. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇതിന്റെയൊക്കെ എത്രയോ മടങ്ങ് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവാം. അങ്ങനെ ചെയ്യാൻ തയ്യാറാവുന്ന സമയത്ത് നമുക്കത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. പിന്നെ ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ വലിയ സ്വപ്നമാണ്, വലിയ ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങളെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആകസ്മികമായിട്ടുണ്ടാകാവുന്ന ആക്സിഡന്റുകൾ, അസുഖങ്ങൾ അല്ലെങ്കിൽ മരണം, ഈ 3 കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഇത് 3ആണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്ലാനുകളെല്ലാം ഇല്ലാതാക്കുന്നത്. അപ്പൊ കുടുംബനാഥനായിട്ടുള്ള വ്യക്തി വരുമാനം കൊണ്ടുവരുന്ന വ്യക്തിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുള്ള ഇൻഷുറൻസ് പദ്ധതികൾ നമ്മൾ അവിടെ എടുത്തു വെക്കും. അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ ഭാവി പഠനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പൊ അതിന് ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ എന്നും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ഓരോ മേഖലയിലേക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്തും എന്തെല്ലാം ബെനിഫിറ്റുകൾ എവിടെ നിന്നെല്ലാം കിട്ടും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു.